സുഹൃത്തുക്കളെ, ഇന്ന് LGS എക്സാം എല്ലാ സ്റ്റേജുകളും ഇന്നത്തോടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മോശമില്ലാത്ത രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ പല യൂട്യൂബേഴ്സും 80-നും 90-നും ഇടയിലൊക്കെ കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഏകദേശം 3ഓളം മാത്സ് ചോദ്യത്തിന് ഉത്തരമില്ല. അതുപോലെ തന്നെ ഇനി ചില ക്വസ്റ്റ്യനുകൾ മാത്സിൽ തന്നെ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരാശരി ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം ഒരു 12-13 മാർക്ക് വരെയൊക്കെയാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. GK മേഖലയിൽ നിന്നും ഉള്ള ചോദ്യങ്ങൾ അത്ര ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നാലും ചില പിഴവുകൾ കൊണ്ട് കുറേ ക്വസ്റ്റ്യൻ അവിടുത്തെ സാഹചര്യ സമ്മർദ്ദം കൊണ്ടൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിക്ക് നെഗറ്റീവും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു ചോദ്യപേപ്പറായിരുന്നു. നെഗറ്റീവ് മാർക്ക് കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യപേപ്പറാണ് ഇന്ന് കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഒരു 73-നും 76-നും ഇടയിലായിരിക്കും ഏകദേശം കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. ഈ 80+90-ൻ്റെ ഇടയിലൊക്കെ പറയുന്നത് കഴിഞ്ഞ ചില എക്സാമുകളിൽ വളരെ കട്ട് ഓഫ് താഴ്ത്തി പറഞ്ഞതിൻ്റെ പേരിൽ എയറിലായ ആൾക്കാരാണ്. കാരണം യൂണിവേഴ്സിറ്റി LGSനൊക്കെ 62 ആ റേഞ്ചൊക്കെ പറഞ്ഞത് ശേഷം അത് വല്ലാതെ ഉയർന്നു പോയത് കൊണ്ടാണ് ഇപ്പോൾ LD പറഞ്ഞതും 10 മാർക്കിൻ്റെ ഡിഫറൻസിനാണ് ഇപ്പോൾ എല്ലാ ആൾക്കാരും പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ ആരും പേടിക്കേണ്ട. 73-ൻ്റെ മേലെ സ്കോർ ചെയ്ത ആൾക്കാരൊക്കെ ഈ ക്യാൻസലൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് പറയുന്നത് ഒരു നല്ല മാർക്കായിട്ട് മാറാൻ സാധ്യതയുണ്ട്. 80 കട്ട് ഓഫ് വന്ന യൂണിവേഴ്സിറ്റീസ് ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. ഏകദേശം അതുപോലെ തന്നെയുള്ള എക്സാം ആയിരുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും അതിലും 14 ജില്ലയിൽ മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ്. ഏകദേശം ഒരു ജില്ലയിൽ നിന്നൊരു 100ഓളം ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ തന്നെ 14 ജില്ല 1400 ആളായി. പക്ഷേ ഇത് 1000 ലിസ്റ്റ് മാത്രം ഇട്ടപ്പോഴാണ് 81 കട്ട് ഓഫ് വന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 500 ഒക്കെ ലിസ്റ്റ് ഇടുന്ന ജില്ലകളിൽ 75, 74 ആ റേഞ്ചൊക്കെ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മറ്റ് ജില്ലകളിൽ ലക്ഷം കൂടെ താഴ്ന്നു നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.